പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും പാത പിന്തുടരാത്ത ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കരുത്. യേശു ശിഷ്യന്മാരും ചെയ്ത അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ശുശ്രൂഷകളുമെല്ലാം പിന്തുടർന്നു പോകുന്ന ശുശ്രൂഷകളെ ആയിരിക്കണം നമ്മൾ പിന്തുടരേണ്ടത്. യഥാർത്ഥ ശുശ്രൂഷകളെയും അല്ലാത്തവയും തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ദൈവികമായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം നടക്കുന്നത് ഒരിക്കലും പ്ലാനിങ്ങിലൂടെ നടക്കുന്നതല്ല. അത് പെട്ടെന്ന് ഒരു ആകസ്മികമായി അപ്രതീക്ഷിതമായോ ശുശ്രൂഷയുടെ നടുവിലോ പ്രസംഗത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ആരാധനയുടെ നടുവിലോ ഒരു പാട്ട് ശുശ്രൂഷയിലൊക്കെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ദൈവികമായി ലഭിക്കുന്ന അഭിഷേകങ്ങളും കൃപകളും പണം കൊടുത്തു വാങ്ങാൻ സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് എല്ലാവർക്കും നൽകിയിട്ടുമില്ല. ചിലർ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ലഭിക്കാത്ത അഭിഷേകം ഉണ്ടെന്ന് കാണിച്ച് അനേകരെ കബളിപ്പിക്കുന്നുണ്ട്.